വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഒരു മകന് ഒരമ്മ കൊടുക്കാവുന്നതിൻ്റെ അപ്പുറത്ത് സപ്പോർട്ട് വന്നിട്ടുണ്ടമ്മ. നമ്മളമ്മ ഉണ്ടായിരുന്ന വീട്ടിൽ അമ്മ ഇല്ലാത്തപ്പോഴത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കുള്ളൊരു ഫീലുണ്ടല്ലോ, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറത്തേക്കാ. ഞാൻ കോമഡി ആയിട്ടൊക്കെ പറയും, എൻ്റെ ക്രിമിനൽ പാർട്ട്ണറാന്നൊക്കെ പറയും. ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് കൺഫേം പറഞ്ഞത്. ആർക്കെങ്കിലും ഇങ്ങനെ വ്യക്തിവൈരാഗ്യമോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെ നെഗറ്റീവ് പറയാനായിട്ട്? കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നെഗറ്റീവ് പറയണമെങ്കിൽ അത് വ്യക്തിവൈരാഗ്യം ഉള്ളത് എൻ്റെ സ്വന്തക്കാരായിരിക്കും, ബന്ധുക്കാരൊക്കെ ആയിരിക്കും, അല്ലാണ്ട് വേറെ ആരും അന്യരാരും പറയാനായിട്ടില്ല. കാര്യം നമുക്കുള്ള ശത്രുക്കൾ ബന്ധുക്കൾ തന്നെ ആയിരിക്കുമല്ലോ, വേറെ അന്യരാരും വേണ്ട. അപ്പോൾ അതൊന്നും ഞാൻ കെയർ ചെയ്യണില്ല. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തൊപ്പി. ഇപ്പോൾ തൊപ്പിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ ഡേ ഒരു നല്ല എമൗണ്ട് വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് തൊപ്പി തന്നെ പറഞ്ഞത്. ഞാൻ ഏത് രീതിയും എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും. അതൊരു മകൻ്റെ കടമ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ അവനെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ സുഹൃത്തിൻ്റെ അമ്മയാണ്. അവൻ ചിലപ്പം അവനക്ക് പറ്റുന്ന പോലെ അവൻ ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മൾ അവനെ പ്രഷർ ചെയ്യേണ്ട കാര്യമില്ല. അവന് ചിലപ്പം കോടികളുണ്ടാവാം, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടാവാം. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ശരിക്കും ഒരു ദൈവദൂതനെന്നാണ് ഞാൻ അവനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നത്. റഫീഖ് എന്ന് പറഞ്ഞിട്ട്, റഫീഖ് എന്നെ ഒത്തിരി സഹായിച്ചു. ഈ ആശുപത്രിയിൽ അഡ്മിഷൻ ഫസ്റ്റ് കയറുമ്പോഴത്തേക്ക് കൊടുക്കുന്ന അഡ്വാൻസ് തന്നെ പുള്ളിക്കാരനാണ് എൻ്റെ കയ്യിൽ വെച്ചത്. അച്ഛനത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ചിലർ വിളിച്ചിട്ട് രക്തമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, അച്ഛാ തൊപ്പിയുടെ നമ്പറൊന്നും തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സമയത്തും എന്നെ ഒന്ന് തിരിച്ച് ഫോളോ ചെയ്യുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ മനോഭാവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അമ്മ ആശുപത്രി കിടക്കുകയാണെന്നുള്ള ആ സീനൊന്നും നോക്കണില്ല. കമൻസിൽ കാണുന്നുണ്ട് പലരും ഇത് പറ്റിക്കലാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. അവർ റീലിൽ കണ്ടിട്ടുള്ള അച്ചായനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പോഷായിരിക്കാം. എന്നിരുന്നാലും എത്ര വലിയ പോഷാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും ഇതുപോലെ കിട്ടേണ്ടടുത്ത് കിട്ടേണ്ട പോലത്തെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ആരാണെങ്കിലും. നമസ്കാരം. നമുക്കേറെ സുപരിചിതനായ ആളാണ് അച്ചായൻ. അച്ചായൻ കഴിഞ്ഞ ദിവസം വളരെ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട്. അച്ചായൻ്റെ അമ്മ ഹോസ്പിറ്റലാണ് എന്നുള്ള കാര്യം പറഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണ്, ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് അച്ചായനോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. അച്ചായ നമസ്കാരം. നമസ്കാരം. ഇവിടെ ഇപ്പോൾ ആസ്റ്റർ ഹോസ്പിറ്റലാണല്ലേ? ആസ്റ്റർ ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവിടെ തന്നെയാണ്. ആണല്ലേ. എന്താണ് അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? അമ്മ ശരിക്കും പറഞ്ഞാൽ ഒരു പനി പോലും വന്നിട്ടില്ല ഇതുവരെ. ശരിക്കും പറഞ്ഞാൽ കൊറോണയും വന്നിട്ടില്ല. ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് പുറമേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നൊരു ദിവസം വൈകുന്നേരം അമ്മ ബാത്റൂമിൽ സോപ്പിൽ ചവിട്ടി ഒന്ന് നിലത്ത് വീണം, ബാത്റൂമിൽ വീണു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അമ്മയ്ക്കൊരു സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞു പോയ പോലെ. പിന്നെ നമ്മളൊരാളെ പിടിച്ച് വേണം ബാത്റൂമിൽ കൊണ്ടുപോകാനായിട്ട്, പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട്. പിന്നെ ആളിങ്ങനെ കട്ടിൽ തന്നെ ഒതുങ്ങി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വീസിങ് ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ ഇൻഫെക്ഷൻ ലെവൽ ബ്ലഡിൽ കുറെ കൂടുതലാണെന്ന് പറഞ്ഞ കാരണം അവിടെ നിന്ന് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവരാണ് പറഞ്ഞത് ആളുടെ കണ്ടീഷൻ വളരെ മോശമാണ്, നമുക്ക് ഈ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞത്. അവിടുന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ റഫീഖ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുണ്ട്, പുള്ളിക്കാരൻ ഇവരുമായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക അവസ്ഥയൊന്നും നമ്മൾ നോക്കിയില്ല, നമ്മൾ ആളിനെ എങ്ങനെയാണ് രക്ഷിക്കുക എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ഒരു ഒപ്പീനിയൻ തന്നെയായിരുന്നു നല്ലതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല, ICUലായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുന്നേ ഒബ്സർവേഷൻ വാർഡിലേക്ക് ആളെ ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് മരുന്നിനോടൊക്കെ. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് അവരുടെ ഒരു സംശയം ഡോക്ടർ എന്നോട് പറഞ്ഞത്. ആദ്യം സംശയമായിരുന്നു. അപ്പം നല്ല രീതിയിൽ ആ സംശയം തന്നെ ആയിരിക്കട്ടെ എന്ന് കരുതിയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി
അവരുടെ രീതിയിലുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് കൺഫേം പറഞ്ഞത് അവർ. പിന്നെ അതിനുള്ള മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള എങ്ങനെയൊക്കെ അതിനെ ചികിത്സിക്കാമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ അതിനകത്ത് നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ എന്നാൽ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചിലവുകളൊക്കെയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഒരു പക്ഷേ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോഴത്തേക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ആ ഒരു ലെവലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് രാവിലെയും വൈകുന്നേരം ഇപ്പം ഗുളിക രൂപത്തിലുള്ള കീമോയാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തേക്കണേ. അമ്മയ്ക്ക് ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടുക്കാനുള്ള ബോഡിക്ക് അത്രയ്ക്കും താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശരീരഘടനയൊന്നും അല്ല, പ്രായമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അമ്മയ്ക്കൊരു 82 ഉണ്ടല്ലേ. ഓക്കെ. നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു കാര്യമില്ലാന്ന് ഞാനതല്ലേ ആദ്യമേ തന്നെ പറഞ്ഞേ. അമ്മയ്ക്ക് ശരിക്കൊരു പനി പോലും വന്നിട്ടില്ല. സാധാരണ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അത്രയ്ക്കും കെയർ ചെയ്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കൊറോണ ഭയങ്കരമായിട്ട് ഇവിടെ വലസിയപ്പോൾ ഒന്നും അമ്മയ്ക്ക് കൊറോണ ഒന്നും വന്നിട്ടില്ല. വരാതിരിക്കാൻ മാക്സിമം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു നല്ല രീതിക്ക്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. പക്ഷെ ഇതിപ്പം ഇങ്ങനെ അറിഞ്ഞപ്പം ഭയങ്കര ഷോക്കായിപ്പോയി. വേറെ ആരും ഇല്ലേ? അച്ഛൻ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഇല്ല ഇല്ല ഇല്ല, സിംഗിളാണ്. ഓ, അപ്പോൾ ആരാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ഞാൻ തന്നെയാണ് നോക്കുന്നു. പിന്നെ ഇപ്പം ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് ഒരു ലേഡിയെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവരിങ്ങനെ ഓരോരുത്തർ മാറി മാറി നിൽക്കും. അമ്മയുടെ ഒരു ലേഡി ആയതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടല്ലോ. അപ്പം നമുക്ക് ചെയ്യുന്നതിന് പരിധിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അവരുടെ ഹോം കെയർ സെൻറ്ററിൽ നിന്ന് ഒരു സ്റ്റാഫിനെ എപ്പോഴൊക്കെയോ അങ്ങനെ ഓരോരോ സ്റ്റാഫിനെ ഇങ്ങനെ അത് തരും. അല്ല, അപ്പോൾ ശരിക്കും സഹോദരങ്ങൾ എന്ന് പറയാനായിട്ട് ആരാ ഉള്ളത്? ഞാൻ ഒറ്റ മോനാണ്. ഒരു ചേച്ചി ഉണ്ടായിരുന്നത് ചെറുപ്പത്തിലേ മരിച്ചു പോയിരുന്നു. അതിനുശേഷം വേറെ ഞാനും അമ്മയും അപ്പനുമായിരുന്നു. അപ്പനൊരു 12-13 വർഷം മുമ്പ് മരിച്ചു. ഹാർട്ട് ഡിസീസായിരുന്നു. ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് പുള്ളിക്കാരനൊരു 10-36 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആശുപത്രി വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയും സന്തോഷത്തോടുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതൊക്കെ അതിനെക്കുറിച്ച് ഇപ്പം തുണി അലക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗാണ് ശരിക്കും പറഞ്ഞു. നമ്മളമ്മ ഉണ്ടായിരുന്ന വീട്ടിൽ അമ്മ ഇല്ലാത്തപ്പോഴത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കുള്ളൊരു ഫീലുണ്ടല്ലോ. എങ്ങനെയായിരുന്നു നിങ്ങൾ അമ്മയും മോനും ഉണ്ടായിരുന്നത്? അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറത്തേക്കാണ്. ഞാൻ കോമഡി ആയിട്ടൊക്കെ പറയും എൻ്റെ ക്രിമിനൽ പാർട്ട്ണറാന്നൊക്കെ പറയും. എന്തായാലും ഇതുപോലൊരു അമ്മയും മകനും ഉണ്ടാകാനായിട്ട് ഇനി എനിക്ക് ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ മേല. ഇനി അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷേ അതെനിക്ക് അറിയാൻ മേലായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു. സുഹൃത്തായിരുന്നു. ചെറുപ്പകാലത്തൊക്കെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിക്കാനുള്ള ഒരാളായിട്ട്. പിന്നെ എനിക്ക് നല്ല സപ്പോർട്ടാണ്. കാര്യം ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല ജോലി കളഞ്ഞിട്ടാണ് സിനിമയ്ക്കെന്നും പറഞ്ഞ് പുറകിൽ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ മറ്റുള്ള ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കുറ്റം പറഞ്ഞെങ്കിലും എനിക്ക് നല്ല സ്ട്രോങ് പില്ലറായിട്ട് നിന്ന അമ്മയാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അമ്മ ആശുപത്രി അഡ്മിറ്റായി കിടക്കുമ്പോൾ തന്നെ എന്നെ ഒരു സിനിമയിലേക്ക് വിളിച്ചു, ധീരോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവരുടെ ഒരു ഷോർട്ട് ഫിലിം ഫസ്റ്റ് എന്നെ വെച്ചാണ് ചെയ്തത്, ചെമ്പകമന എന്ന് പറഞ്ഞിട്ട്. അപ്പം ജിതിൻ സുരേഷ് ടി, കണ്ണൂരുകാരനാണ്. പുള്ളിക്കാരൻ്റെ പുതിയ പടം ഇന്ദ്രജിത്തിനെ വെച്ച് ചെയ്യുന്ന പടത്തിലേക്ക് എന്നെ വിളിച്ചു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാൻ അമ്മനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് അഭിനയിക്കാൻ പോയി എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയല്ലേ, നീ ധൈര്യമായിട്ട് പോ എന്നാ പറഞ്ഞു. അതിലും വലിയ സപ്പോർട്ട് ഉണ്ടാവുമോ? ഇല്ല, ഏറ്റവും വലിയ സപ്പോർട്ടാണത്. കാരണം അമ്മ എപ്പോഴും അച്ഛനൊരു ഏറ്റവും നല്ല നിലയിലെത്തണം, ഒരു നല്ല നടനാവണം എന്നുള്ളൊരു ഏറ്റവും വലിയ ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അതിനുള്ള സപ്പോർട്ട് എങ്ങനെയൊക്കെയായിരുന്നു അമ്മ തന്നുകൊണ്ടിരുന്നത്? മാനസികമായിട്ടായിരുന്നോ അതെയോ? ഒരു മകന് ഒരമ്മ കൊടുക്കാവുന്നതിൻ്റെ അപ്പുറത്ത് സപ്പോർട്ട് തന്നിട്ടുണ്ട് അമ്മ. ചിലർ പറയും വളർത്തിക്കളഞ്ഞു എന്ന് പറയും, ചില നാട്ടുഭാഷയിൽ പറയുമ്പോഴത്തേക്ക്. പക്ഷെ എന്നാലും എത്ര കുറ്റം പറഞ്ഞാലും എനിക്കത് വലിയ സപ്പോർട്ടായിരുന്നു. എനിക്ക് വളരാനുള്ള ഊർജ്ജമായിരുന്നു.
ഏതൊക്കെ സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും ഞാൻ അമ്മേനെ പരിചയപ്പെടുത്തി കൊടുക്കും, അമ്മയോട് സംസാരിപ്പിക്കും. കാര്യം വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവം, ഒരാളൊറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുക, വേറെ ആരും ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ എനിക്ക് വന്നാൽ കൂടി, അതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ എന്നോട് അവർ സംസാരിക്കുമ്പോഴത്തേക്ക് അമ്മയെ കൂടി ഞാനത് ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒരു പറ്റം സുഹൃത്ത് വലയങ്ങൾക്കുള്ളിൽ സോജൻ വർഗീസ് ഏഞ്ചൽ അല്ലെങ്കിൽ അച്ചായൻ എന്ന് പറയുന്ന ആളിനെ ഒപ്പം തങ്കമ്മ എന്ന തങ്കു അവർക്കൊക്കെ പ്രിയപ്പെട്ടതാണ്. അത് ഇൻഡിവിജ്വലായിട്ട് ഇന്ന ആളെന്ന് പറയാനില്ല, എല്ലാവർക്കും, അതെൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവർക്കും അത്രയും തന്നെ പ്രിയപ്പെട്ടതാണ് എൻ്റെ അമ്മ. ഇപ്പം എന്നിട്ട് ഈ സുഹൃത്തുക്കളൊക്കെ വിളിച്ചോ ഇപ്പോൾ അമ്മ സുഖമില്ലാതെ കിടക്കുമെന്ന് പറഞ്ഞു? ഇപ്പോൾ ആരും അറിഞ്ഞില്ലായിരുന്നു, പക്ഷേ ആദ്യം ഒന്നും ആരും അറിഞ്ഞില്ല. ഞാൻ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു വീഡിയോ ആദ്യം ചെയ്തായിരുന്നു. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കാണ് ആൾക്കാരിലേക്ക് അത് എത്തിപ്പെട്ടത്. അയ്യോ, സോജൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ, അയാളിങ്ങനെയൊന്നും അല്ലല്ലോ കണ്ടിരുന്നു എന്നൊക്കെയുള്ള രീതിക്കുള്ള കമൻസും, പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ വെച്ചിട്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കമൻസും ഒക്കെ കണ്ട് അന്നേരം ഓരോരുത്തർ വിളിച്ചു, എന്തായി എങ്ങനെയാണെന്നൊക്കെ ഓരോരുത്തർ വന്നു. മിക്കവാറും എല്ലാ പേരും വന്നിട്ടുണ്ട്. ആഴ്ചയിലൊരു 3 ദിവസം വെച്ച് കഴിയാവുന്ന പോലെയൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ അമ്മയ്ക്കിപ്പോൾ സുഖമില്ലാന്ന് പറഞ്ഞു, ബ്ലഡ് ക്യാൻസറാന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഡോക്ടർമാർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റാണ്. അത് അസുഖം പൂർണ്ണമായിട്ട് മാറുമെന്നൊന്നും അവർ ഉറപ്പും തന്നിട്ടില്ല, പക്ഷേ എഫക്റ്റ് കുറച്ച് കുറഞ്ഞിരിക്കും. രോഗിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ പോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അമ്മയ്ക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോകുമായിരുന്നു. ഒരാൾക്കൊരു 90-94 അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. 90-94 ഓക്സിജൻ്റെ അളവ് വേണമായിരുന്നു. അപ്പോൾ അമ്മയ്ക്കത് വളരെ കുറവായിരുന്നു. പിന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. പിന്നെ പ്ലേറ്റ്ലെറ്റ് കുറവായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇവർ കുറേ അധികം ട്രൈ ചെയ്ത് ഇപ്പം സ്റ്റേബിൾ ആക്കിയിട്ടുണ്ട്. ഡെയിലി ഒരു 4 പേര് വീതം ബ്ലഡ് കൊടുക്കുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ് അല്ലാണ്ട് ഓ നെഗറ്റീവാണ് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ്, അത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കും അവർ തിരിച്ച് പിടിക്കുന്നുണ്ട്. അമ്മേനെ എങ്ങനെയായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? തീരെ അവസ്ഥ വളരെ മോശമായിരുന്നു. ആൾക്ക് ശരിക്കും ബ്രീത്തിങ് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ഓക്സിജൻ മാസ്ക് വെച്ചിട്ടായിരുന്നു ബ്രീത്തിങ് ഒക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ BP മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ലൈവായിട്ട് വേറൊരു മെഷീനായിരുന്നു. എല്ലാം മെഷീൻ്റെ സപ്പോർട്ടിലായിരുന്നു അമ്മ. ശരിക്കും വെൻറ്റിലേറ്ററിലേക്ക് കയറിയിട്ടില്ല, എന്നാൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ തന്നെയായിരുന്നു. പിന്നീട് എപ്പോഴൊക്കെയോ എന്തൊക്കെയൊക്കെ അവരും വെൻറ്റിലേഷനും കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അത് ആളിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് അനുസരിച്ചിട്ട് മാറ്റി. പിന്നെ ഇപ്പോൾ ഒബ്സർവേഷൻ അവാർഡിലാണ് ഉള്ളത്. കമൻസിൽ കാണുന്നുണ്ട് പലരും ഇത് പറ്റിക്കലാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സായി വന്നപ്പോൾ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് കാണാം അമ്മ അഡ്മിറ്റാണ്, അമ്മ കിടക്കണതൊക്കെ കാണാം. എന്താണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പറയുന്നത് പറ്റിക്കലാണെന്ന് പറയാൻ കാരണം എന്താ? അല്ല, ഒന്നാമത്തെ കാര്യം റീലും റിയലും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാതെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അത് അവരുടെ കുറ്റമല്ല. അവർ റീലിൽ കണ്ടിട്ടുള്ള അച്ചായൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം കുറച്ച് പോഷായിരിക്കാം. എന്നിരുന്നാലും എത്ര വലിയ പോഷാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും ഇതുപോലെ കിട്ടേണ്ടടുത്ത് കിട്ടേണ്ട പോലത്തെ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ആരാണെങ്കിലും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സാധാരണക്കാരനാണ്. നമുക്കൊരു കാറൊക്കെ എന്ന് പറഞ്ഞാൽ പലരും കമൻറ്റുകളിൽ ചോദിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. കാർ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് എന്തിനാ ഇപ്പോൾ പൈസയുടെ ആവശ്യമൊന്നും. ബ്രദറെ, നമുക്കൊരു കാറൊക്കെ പോയി നമ്മുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നമ്മുടെ കണക്ഷൻ കോണ്ടാക്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു 5 മാസം ഒരു 6 മാസത്തേക്കോ പേയ്മെൻറ്റ് പെൻഡിങ് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേരിലേക്ക് ആക്കിയാൽ മതി. പക്ഷേ ഇത് ആസ്തർ മെഡിസിറ്റിയാണ്. ഇവിടുത്തെ മരുന്നിനും ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ഫീസൊന്നും നമ്മൾ കടം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും അസുഖത്തിന് ആശുപത്രി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്, നമ്മൾ മുൻകൂർ പണം അടച്ചെങ്കിൽ മാത്രമേ അവർ അതിൻ്റെ സാധനങ്ങളെടുത്ത് രോഗികൾക്ക് കൊടുക്കുകയുള്ളൂ യൂസ് ചെയ്യാനായിട്ട്. ഇനി ഇൻ കേസ് അവരെന്തെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിത്തിൻ 24 hours അവർ അതിൻ്റെ പൈസ കൊടുക്കാൻ പറയും. പിന്നെ എനിക്ക് ഇവിടെ ഒരു എന്താ പറയുക, ശരിക്കും ഒരു
ദൈവദൂതനെന്നാണ് ഞാൻ അവനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നത്. റഫീഖ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ മക്കൾക്ക് കിഡ്നി മാറ്റിവെക്കലും ശസ്ത്രക്രിയയും കാര്യമായിട്ടാണ് ഈ ആസ്തിയുമായിട്ട് അവൻ്റെ ബന്ധമുള്ളത്. ശരിക്കും പുള്ളിക്കാരനാണ് ആശുപത്രിയിലേക്ക് എന്നെ കൈപിടിച്ചുകൊണ്ട് വന്നത്. കാര്യം എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു ഇത്രയും പ്രായമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയില്ല. ഒരു ആശുപത്രിയിലെ ഡീലിങ്സ് എങ്ങനെയാണെന്നോ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടപ്പിലാക്കണമെന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും പുള്ളിക്കാരനാണ് വന്നിട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റിനോട് സംസാരിച്ചത്. സോറി, എനിക്ക് പേയ്മെൻറ്റിനാണെങ്കിലും കുറച്ച് റിലാക്സേഷൻ തന്നത്. അപ്പം ഈ ആൾക്കാർ തരുന്ന പേയ്മെൻറ്റിന് ഓരോ ദിവസം ഓരോ എമൗണ്ട് വീതം, ഏറ്റവും കുറഞ്ഞത് 50,000 വീതം വെച്ച് ഇങ്ങനെ അടച്ചടച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ദിവസം എത്ര രൂപ പേയ്മെൻറ്റ് വരും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്? എല്ലാം കൂടി ഒരു 50 രൂപയുടെ താഴെ വരും. പക്ഷേ ചില ദിവസങ്ങളിൽ അത് മേലെയും പോകാൻ ചാൻസസ് ഉണ്ട്. അമ്മ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ കിടക്കണ ബെഡ് തൊട്ട് നമ്മളിപ്പം മറ്റേ എയർബെഡാണ് കൊടുത്തേക്കണം. പുറത്ത് കുറേ അധികം ദിവസങ്ങളായിട്ട് കിടക്കാൻ തുടങ്ങിയത് കാരണം പുറത്ത് പൊട്ടലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ പ്രിക്കോഷൻസ് എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാം തൊടുന്നതിനൊക്കെ പൈസ തന്നെയാണ്. ഇപ്പോൾ എത്ര ദിവസമായി അമ്മയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 10-14 ദിവസം ആയിട്ടുണ്ട്. ഈ 16 ദിവസം കൊണ്ട് എത്ര രൂപ ചിലവായിട്ടുണ്ടാവും ഇപ്പോൾ? അതിൻ്റെ കണക്ക് ഞാൻ എടുത്തിട്ടില്ല. എന്നാലും ഒരു 4-5 അടുത്തിപ്പം മൊത്തത്തിൽ ചിലവാക്കിയിട്ടുണ്ടാവും. തന്നേക്കണത് ആൾക്കാരെല്ലാം കൂടി തന്നേക്കണതിനകത്തുനിന്ന് തന്നത് മൊത്തം നമ്മളെടുത്തൂടെ കൊടുത്തിട്ടുണ്ട്. ഇനിയും ബില്ല് പേയ്മെൻ്റ് ഉണ്ട്, ബാലൻസ്. അത് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 2-3 ഡേയ്സ് എനിക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആകാൻ പറ്റും. ഡോക്ടർ ഡിസ്ചാർജിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഏതെങ്കിലും അടുത്തുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിലേക്ക് മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സാറിനോട് പറഞ്ഞു, സാർ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ഓക്കെ സൗജന്യം നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം അമ്മയുടെ ഓക്സിജൻ്റെ ട്യൂബും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരൊരു ട്രയൽ എന്ന പോലെ നോക്കിയപ്പോൾ അമ്മ ഓക്കെ ആണെന്നുള്ള രീതിക്കാണ്. പക്ഷേ എനിക്കൊരു കൺഫർമേഷൻ കിട്ടണമല്ലോ. എൻ്റെ അമ്മേനെ എനിക്ക് പഴയ പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുള്ള രീതി. ഞാൻ പറഞ്ഞ സാറേ കുഴപ്പമില്ല, നോക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യാനുള്ളൊരു അവകാശം കൂടി കിട്ടണം. അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ. ബാക്കി എത്ര രൂപയും കൂടെ ഇനി അടയ്ക്കണം എന്നാണ് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്? ഇനിയൊരു 4 രൂപ കൂടി വരുമായിരിക്കും അടയ്ക്കാനായിട്ട്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ഇനിയിപ്പം നിൽക്കുകയാണെങ്കിൽ ആ ദിവസങ്ങളുടെ കൂടി പൈസ അതിനകത്ത് ആഡ് ആവും. അതും കൂടെ അടച്ചാലാണ് അമ്മേനെ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അമ്മ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറക്കാം. ഇപ്പം ഏകദേശം ഒരു ഓക്കെ കണ്ടീഷനിൽ നിൽക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തൊപ്പി. ഇപ്പോൾ തൊപ്പിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ ഡേ ഒരു നല്ല എമൗണ്ട് വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് തൊപ്പി തന്നെ പറഞ്ഞത്. അപ്പോൾ ആ തൊപ്പിക്ക് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഹോസ്പിറ്റൽ കേസെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? എല്ലാ സാധാരണക്കാരും ചോദിക്കണമല്ലേ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കണേ. അവന് ഇത്ര രൂപ കിട്ടണുണ്ടല്ലോ, അവൻ എന്താ സഹായിച്ചൂടെ? ബ്രദറെ, എൻ്റെ അമ്മയാണ്, അവൻ്റെ സുഹൃത്തിൻ്റെ അമ്മയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എൻ്റെ അമ്മയാണ്, അത് അവൻ്റെ സുഹൃത്തിൻ്റെ അമ്മയാണ്. പക്ഷേ അവൻ്റെ അമ്മയെ പോലെ തന്നെയാണ് അവന് എൻ്റെ അമ്മയെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, ആഴ്ചയിൽ 3 ദിവസം വെച്ചെങ്കിലും അവനിവിടെ വന്നിട്ട് 2 മണി 3 മണി നൈറ്റിലാണ് തിരിച്ചു പോകണേ. പിന്നെ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവന് നല്ല പനിയായതുകൊണ്ട് അച്ഛാ എനിക്ക് പനിയാണ്, അപ്പോൾ അമ്മ ഇൻഫെക്ഷൻ പാടില്ല എന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനിവിടെ താഴത്ത് വന്നിരുന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ആൾ കണ്ണൂർ പോയിരിക്കുക. പോണതിന് മുമ്പ് കാണണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവന് വരാൻ പറ്റിയില്ല. കാര്യം ട്രെയിൻ ഉച്ചയ്ക്കായിരുന്നു. അവന് വൈകുന്നേരം ട്രെയിനെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പം എന്താ പറയണ്ടേ, ആൾക്ക് വരുമാനം കിട്ടണുണ്ട്. ആളതനുസരിച്ചിട്ട് മറ്റൊരാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അവന് പറ്റുന്ന പോലെ, ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലാക്കണം, അവന് പറ്റുന്ന പോലെ അവൻ സഹായിച്ചിട്ടുണ്ട്. അത് എത്ര എമൗണ്ടാണെന്ന് പറയേണ്ട കാര്യമില്ല. അവന് പറ്റുന്ന പോലെ സഹായിച്ചിട്ടുണ്ട്. അത് ലക്ഷങ്ങൾ തന്ന് സഹായിച്ചു ഒന്നും തെറ്റിദ്ധരിക്കണ്ട. അതിന് ഞാൻ സംതൃപ്തനാണ്. ഇപ്പം ഞാൻ ഈ സുഹൃത്തുക്കളോട് സഹായം അഭ്യർത്ഥിച്ചിട്ട് എനിക്ക് 1 രൂപ തന്നവരുണ്ട്, 10,000 രൂപ തന്നവരുണ്ട്. ഈ 2 പേരെയും ഞാൻ ഒരേ മാനദണ്ഡത്തിലാണ് കാണുന്നത്. അവരെ കൊണ്ടാവുന്ന പോലെ അവർ സഹായിച്ചതാണ്. ഞാൻ എൻ്റെ ഇല്ലായ്മ നിന്നിട്ട് ചോദിച്ചിട്ടാണ് അവരെന്നെ സഹായിച്ചത്. ഇനി ഈ 1 രൂപ തന്നവരെന്നെ കളിയാക്കി തന്നതാണോ അതോ എനിക്ക് അവരുടെ പാർട്ടിസിപ്പേഷനായിട്ട് തന്നാണോ എന്നൊന്നും ഞാൻ ചെയ്യാൻ പോകണില്ല. കാര്യം എനിക്ക് അവർ തന്ന സ്നേഹമായിട്ട് ഞാനതിനെ കണക്കാക്കിയേക്കണേ.
അതിന് ഞാൻ അവരോട് എപ്പോഴും കടപ്പെട്ടിരിക്കുകയാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അച്ചായനെ കൂടുതലും ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് തൊപ്പിയുടെ കൂടെ വന്നതിന് ശേഷം. തീർച്ചയായിട്ടും. ആ സമയം മുതലാണ് അച്ചായൻ സോജൻ ബഗീസ് എന്ന് പറഞ്ഞ ആൾ അച്ചായനായിട്ട് മാറിയതും തീർച്ചയായിട്ടും അച്ചായനെ തിരിച്ചറിയാൻ തുടങ്ങിയത് ആ സമയം മുതലാണ്. അതിന് ഞാൻ തീർച്ചയായിട്ടും അവരോട് കടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ബന്ധത്തിന്, അച്ചായൻ തൊപ്പി ബന്ധത്തിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ കമൻസിൽ വായിക്കുന്ന പോലെ അവനെ ചീത്ത വിളിക്കുന്നതുകൊണ്ട് എനിക്ക്, പക്ഷേ സീരിയസ് ആയിട്ട് എനിക്ക് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒന്ന് കയറാനായിട്ട് പറ്റുന്നൊരു രീതിയിലല്ല ഞാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോഴും ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു. ഇപ്പോഴും ഞാൻ അമ്മയ്ക്ക് കരിക്ക് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ച് എൻ്റെ കൂട്ടത്തിലുള്ള ഒരാളുടെ കൊടുത്തു വിട്ടിട്ടാണ് ഞാൻ നിൽക്കണം ഈ ഗ്യാപ്പിൽ, ഇത്ര സമയമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ പറയുക, അച്ചായനെ സൃഷ്ടിച്ച തൊപ്പിക്ക് ഒരിക്കലും അച്ചായനൊരു ബേർഡനും ആവില്ല, തൊപ്പി അച്ചായനെ ഉപേക്ഷിച്ചിട്ടുമില്ല. അപ്പോൾ അതിനകത്ത് മറ്റുള്ളവർ കാണുന്ന രീതിയിൽ ഒരർത്ഥം കാണേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ തിരിച്ച് വർത്തമാനം പറയാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയില്ല. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ നിങ്ങളിലൂടെയെങ്കിലും ഈ കാര്യങ്ങൾ നാട്ടുകാർ അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇതിന് തന്നെ മുതിർന്നത്. ഇൻ്റർവ്യൂ ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും കമൻസ് വരുന്ന ആ ഒരു രീതിയിലാണ് വരുന്നത്. കാരണം നിങ്ങളുടെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ എല്ലാമാണ് തൊപ്പി എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ബ്രദറെ, അതിനകത്തൊരു വ്യത്യാസമില്ല. ഇപ്പം ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, അത് എൻ്റെ അമ്മയാണ്. എനിക്ക് ചെയ്യുന്നതിന് പരിധികളില്ല. ഞാൻ ഏത് രീതിയും എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും. അതൊരു മകൻ്റെ കടമ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ അവനെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ സുഹൃത്തിൻ്റെ അമ്മയാണ്. അവൻ ചിലപ്പം അവനക്ക് പറ്റുന്ന പോലെ അവൻ ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മൾ അവനെ പ്രഷർ ചെയ്യേണ്ട കാര്യമില്ല. അവന് ചിലപ്പം കോടികളുണ്ടാവാം, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടാവാം. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവൻ എന്ത് ചെയ്തു അതിൽ ഞാൻ സംതൃപ്തനാണെന്നേ. അല്ല, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ തൊപ്പിയുടെ വലം കൈയായിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ തൊപ്പിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യം കയറി പ്രതികരിക്കുന്ന ആൾ തീർച്ചയായിട്ടും അച്ചായനാണ്. അത് ശാരീരികമായിട്ടാണെങ്കിലും വേറെ ഏത് രീതിയിൽ, വാക്കുകൾ കൊണ്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അച്ചായനാണ് പ്രതികരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ആളുകൾ മെയിനായിട്ടും പറയുന്നത്. കാരണം അച്ചായൻ അതുപോലൊരു വീഡിയോ കൊണ്ടുപോയിട്ടുണ്ട്. ആവശ്യം ആൾക്കാർക്ക് പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഷോക്കാണ് വരുന്നത്. കാരണം അച്ചായൻ ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അച്ചായൻ അത്രയ്ക്കും വെൽ സെറ്റിൽഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെന്നാണ് എല്ലാവരും കരുതുന്നത്. എത്ര വെൽ സെറ്റിൽഡ് ആണെങ്കിലും ബ്രദറെ, ഇതുപോലൊരു സീൻ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവും. അത് ഇപ്പോൾ ഈ ഒരു 10 ലക്ഷം രൂപയുടെ ആ ഒരു അകത്ത് നിൽക്കുന്നൊരു സംഭവമായിട്ടല്ല. ശരിക്കും പറഞ്ഞാൽ ആ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, ചില സമയത്ത് മനുഷ്യന് ഫിനാൻഷ്യലി സൗണ്ടായിരിക്കും, ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന് എല്ലായിടത്തും അടഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും. നമ്മുടെ കഷ്ടകാല സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് വ്യക്തമായിട്ട് നമ്മളെ മനസ്സിലാക്കി തന്നതാണ്. അപ്പം തരാനുള്ളവരുടെ അല്ലെങ്കിൽ കിട്ടാനുള്ളത് പോലും കിട്ടാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കണം. അപ്പോൾ ഇനി അത് കിട്ടിയിട്ടാവട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അമ്മയുടെ ആരോഗ്യനില അനുവദിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ധൈര്യത്തോടു കൂടി എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളോട് ചോദിക്കുന്ന പോലെ എൻ്റെ പ്രേക്ഷകരോട് ചോദിച്ചത്, എന്നെ സഹായിക്കണം, വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്. അത് എന്തായാലും അവർ തന്ന സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, എൻ്റെ അമ്മ ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നതും. അവർ 2 കൈ നീട്ടി സ്വീകരിച്ചു. അവരോട് ഒത്തിരി നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും നന്ദി തീരില്ല. അത് വാക്കുകൾ കൊണ്ട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായി പോകും സത്യം പറഞ്ഞാൽ. പിന്നെ പേഴ്സണലി വന്ന ആൾക്കാർ, ഇപ്പോൾ സായിയും കൂടി വന്നു. സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞേക്കണമെന്ന് അറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. അതൊക്കെ മറന്നിട്ട് സായി വന്നു. സായിയുടെ കെയർ ഓഫിലൂടെ ഫൈനൽ ബില്ല് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടുന്ന ഡിസ്കൗണ്ട് ചെയ്യാനായിട്ടുള്ള സംസാരിച്ചിട്ടാണ് പോയത്. ഒത്തിരി സമാധാനിപ്പിച്ചിട്ടാണ് പോയത്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാര്യം എത്രയ്ക്കായാലും മറ്റൊരു മനുഷ്യനെ തിരിച്ചറിഞ്ഞ് സഹായിക്കാൻ കാണിച്ച മനസ്സിന് നന്ദിയുണ്ട്. അത് ദൈവം അനുഗ്രഹിക്കട്ടെ അവരെ. വേറെ ആരെങ്കിലും വിളിക്കുകയോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ, ഇൻഫ്ലുവൻസറോ ആരെങ്കിലുമൊക്കെ? വേറെ വിജയ് മച്ചാൻ വിളിച്ചായിരുന്നു. പിന്നെ നമ്മുടെ അവൻ്റെ പേരെന്താ, വിശ്വ മ്യൂസിക്, പുള്ളിക്കാരൻ വന്നായിരുന്നു. വന്നിട്ട് ഒരു വീഡിയോ ചെയ്ത് വന്നായിരുന്നു. അവനെയും വീഡിയോ ചെയ്തിട്ട് അവൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ QR ഇട്ടു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് അവനെയും ചീത്ത വിളിക്കുന്നുണ്ട്. കാര്യം അത് കയറിപ്പോകാൻ വേണ്ടിയിട്ടല്ലേടാ നീ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അങ്ങനെയെങ്കിലും ഒരു മനസ്സ് കാണിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അച്ചായനോട് ആർക്കെങ്കിലും ഇങ്ങനെ വ്യക്തിവൈരാഗ്യമോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെ നെഗറ്റീവ് പറയാനായിട്ട്? കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നെഗറ്റീവ് പറയണമെങ്കിൽ അത് വ്യക്തിവൈരാഗ്യം ഉള്ളത് ഏതെങ്കിലും സ്വന്തക്കാരായിരിക്കും, ബന്ധുക്കാരൊക്കെ ആയിരിക്കും, അല്ലാണ്ട് വേറെ ആരും
അന്യരാരും പറയാനായിട്ടില്ല. കാര്യം നമുക്കുള്ള ശത്രുക്കൾ ബന്ധുക്കൾ തന്നെ ആയിരിക്കുമല്ലോ, വേറെ അന്യരാരും വേണ്ട. അപ്പോൾ അതൊന്നും ഞാൻ കെയർ ചെയ്യണില്ല. ഈ സമയത്തും ബന്ധുക്കൾ നോക്കിയിരുന്നോ ഹോസ്പിറ്റലിലേക്ക്? പിണങ്ങിയിരുന്നവരാണെങ്കിൽ കൂടി തന്നെ അമ്മേനെ കാണാൻ വരികയും ചെയ്തിട്ടുണ്ട്. അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വന്നു കണ്ടു. അപ്പൻ്റെ ബന്ധുക്കളാണെങ്കിലും അമ്മയുടെ ബന്ധുക്കളാണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും വിളിച്ച് ചോദിക്കുന്നുണ്ട് അവസ്ഥകളെ കുറിച്ചിട്ടൊക്കെ. കുഴപ്പമില്ല. ഇങ്ങനൊരു അവസരം വന്നതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോർമലായിട്ട് പോയിട്ടുണ്ട്. എല്ലാം കൊണ്ടും കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇപ്പോൾ അച്ചായൻ പറഞ്ഞു റഫീഖ് എന്ന് പറഞ്ഞ ഒരാളാണ് അച്ചായനെ ആസ്റ്ററിലേക്ക് കൊണ്ടുവന്നത്, അമ്മേനെയും കൂടെ കൊണ്ടുവന്നത്, അങ്ങനെയാണ് ട്രീറ്റ്മെൻ്റ് ഒക്കെ പോയെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവരായിട്ടൊരു ബന്ധം വരുന്നത്? സത്യം പറഞ്ഞാൽ റഫീഖ് എന്നെ വിളിക്കണത് തൊപ്പീനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ്. തൊപ്പിനെ കാണാനായിട്ട് നമുക്കൊരു അവസരം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടാണ് റഫീഖ് എന്നെ വിളിക്കണം. അപ്പോൾ ഞാൻ സാധാരണ കുറേ പേരിങ്ങനെ ഫാൻസുകൾ കുറേ പേര് വിളിക്കാറുണ്ട്. ആ സമയത്ത് എന്ത് മൂഡാണോ എനിക്കുള്ള അതനുസരിച്ചായിരിക്കും ഞാനോട് സംസാരിക്കണം. ഞാൻ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ആണ് റഫീഖ് വിളിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, ഇപ്പം എന്തായാലും ഒന്ന് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സംഭവം വിട്ടു. പിന്നീട് പുള്ളിക്കാരൻ എന്നെ വിളിക്കുകയോ കാണുകയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയും കുറേ നാളിന് ശേഷം ഞങ്ങൾ നേരിട്ട് കാണാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇനി എനിക്ക് തൊപ്പിനെ കാണണമെന്നില്ല, അച്ചായനെ കണ്ടല്ലോ അത് മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ നല്ല ക്ലോസ് ആയിട്ട് സംസാരിച്ച് പിരിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. ഇങ്ങനെ രോഗികൾക്ക് വേണ്ടിയിട്ട് ചാരിറ്റി വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരിക്കലും ഞാൻ എനിക്ക് വേണ്ടി ചെയ്യേണ്ടി വരുമെന്ന് അന്ന് കരുതിയില്ലായിരുന്നു ബ്രോ സത്യത്തിൽ. പക്ഷേ എൻ്റെ അവസ്ഥയിൽ ഞാനിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോസ്പിറ്റലായിട്ട് കൂടുതൽ ബന്ധങ്ങളുള്ള ആളെന്ന നിലയില്ല ഞാൻ അഡ്മിഷൻ്റെ സമയത്ത് അമ്മച്ചിനെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ റഫീഖിനെ വിളിക്കണേ. റഫീഖ് എന്നെ ഒത്തിരി സഹായിച്ചു. ഈ ആശുപത്രിയിൽ അഡ്മിഷൻ ഫസ്റ്റ് കയറുമ്പോഴത്തേക്ക് കൊടുക്കുന്ന അഡ്വാൻസ് തന്നെ പുള്ളിക്കാരനാണ് എൻ്റെ കയ്യിൽ വെച്ചത്, അച്ഛനിത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കൂട്ടത്തിൽ ബാക്ക് ബോണായിട്ട് അമ്മയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന റഫീഖാണ്. അവനും അവൻ്റെ കുട്ടികൾക്കും കുടുംബത്തിനൊക്കെ പഠിച്ചവൻ നല്ലത് തന്നെ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വേറെ ആരെങ്കിലും അങ്ങനെ നിൽക്കുന്നുണ്ടോ റഫീഖിനെ കൂടാതെ സുഹൃത്തുക്കളുടെ ഭാഗത്തെന്ന് പറഞ്ഞാൽ ബ്രോ ഞാനിപ്പം എനിക്ക് എല്ലാ ദിവസവും രക്തം വേണം, ബ്ലഡിൻ്റെ ഒരു ആവശ്യം വെച്ചിട്ട് ഞാൻ പോസ്റ്റുകൾ ചെയ്യാറുണ്ട്. അങ്ങനെ വന്ന ഒരാളാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. ശനിയാഴ്ച വന്നപ്പോൾ 4 മണി കഴിഞ്ഞു. അപ്പം കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നവൻ. അപ്പം തിങ്കളാഴ്ച ഇനി എടുക്കാൻ പറ്റുള്ളൂ, ഞായറാഴ്ച അവധിയാന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ പറഞ്ഞു വെച്ചാൽ കുഴപ്പമില്ല ഞാൻ പോയിട്ട് വരാം. ഞാൻ അപ്പോൾ കരുതി പോയിട്ട് തിരിച്ചു വരത്തില്ല. എത്രയോ പേര് ഫോണിൽ വിളിച്ചിട്ട് നാളെ തരാം ഇന്ന് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ചിലർ വിളിച്ചിട്ട് രക്തമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, അച്ഛാ തൊപ്പിയുടെ നമ്പറൊന്നും തരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സമയത്തും എന്നെ ഒന്ന് തിരിച്ച് ഫോളോ ചെയ്യുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ മനോഭാവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അമ്മ ആശുപത്രി കിടക്കുകയാണെന്നുള്ള ആ സീനൊന്നും നോക്കണില്ല. ചിലപ്പോൾ അവരുടെ പ്രായത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പക്വതയില്ലായ്മയായിരിക്കാം, അതൊക്കെ വിട്ടേക്ക്. പക്ഷേ ഇവരൊക്കെ ഉണ്ടല്ലോ തിങ്കളാഴ്ച കൃത്യം രാവിലെ 8:30-9 മണിക്ക് എത്തിയിട്ട് ബ്ലഡ് കൊടുത്ത ശേഷം എൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്നെ വിട്ടു പോയിട്ടില്ല. എൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴും ഇതാണ്ട് ഈ നിമിഷവും അമ്മയ്ക്ക് ഞാൻ മേടിച്ചു കൊടുക്കുന്ന കരിക്കില്ലേ, ഞാൻ നമ്മുടെ കൂട്ടത്തിൽ വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയത് അവനാണ്. കൂട്ടത്തിൽ നിഴൽ പോലെ നിൽക്കുക. ഞാനൊന്നും കൊടുത്തിട്ടല്ല ബ്രോ. ആ ഒരു സ്നേഹം സൗഹൃദം എനിക്കെന്ത് കൊടുക്കാൻ പറ്റും? എൻ്റെ ഈ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന ഞാൻ ഈ സമയത്ത് എന്ത് കൊടുക്കാനാണ്? എന്തായാലും പ്രേക്ഷകരായിട്ട് തന്ന സ്നേഹം, അവരായിട്ട് തരുന്ന ഇപ്പം രക്തബന്ധമായി. ഇപ്പം ശരിക്കും ഒരു ഫാൻസ് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് രക്തബന്ധമായിട്ട് കുറേ പേര് കൂട്ടത്തിലുണ്ട്. ഇന്നും ഇപ്പോൾ ഒരു കോളേജിൽ നിന്ന് 10 പിള്ളേരാണ് വന്ന് ബ്ലഡ് തന്നിട്ട് പോയത്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവർ ചെയ്തിട്ട് പോകുന്നത്. അതിനോടൊക്കെ അവരോടൊക്കെ എനിക്ക് ഭയങ്കര നന്ദി പറയാനേ പറ്റുള്ളൂ. കാര്യം അപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ ഇപ്പോൾ കഴിയില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. എനിക്ക് ആവശ്യങ്ങൾ ഇനിയും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ രക്തത്തിൻ്റെ ആവശ്യമേ ഡോക്ടർ ഇനിയും ഒരു 8 യൂണിറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് പ്ലേറ്റ്ലെറ്റ് ചേഞ്ച് ചെയ്യണം എൻ്റെ ആ രീതിക്ക്. അപ്പോൾ ഇനിയും O നെഗറ്റീവ് ബ്ലഡ് വേണം, മറ്റ് എല്ലാ ഗ്രൂപ്പ് ബ്ലഡും വേണമെന്നൊക്കെ ഇവിടെ ആശുപത്രിയിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്നെ സഹായിക്കണം. സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു സങ്കടത്തിൽ നിന്നും മാറി അമ്മ പൂർവാധികം
ശക്തിയോടെ സന്തോഷത്തോടുകൂടി ആരോഗ്യവതിയായി. ആരോഗ്യവതിയായിട്ട് തിരിച്ചു വന്ന് അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു ബ്രദർ.